മകരസംക്രാന്തി എന്ന് കേൾക്കുമ്പോൾ പണ്ട് കുട്ടിക്കാലത്ത് റേഡിയോ കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരിക. ശബരിമലയിലെ മകരവിളക്ക് ദർശനം തത്സമയം പ്രക്ഷേപണം ചെയ്യുന്നതും ഞങ്ങളെല്ലാവരും റേഡിയോയ്ക്ക് ചുറ്റുമിരുന്ന് അത് കേൾക്കുകയും ചെയ്യുമായിരുന്നു. ശരിക്കും സന്നിധാനത്തെത്തിയ പോലെ തോന്നും. അതായിരുന്നു അന്ന് ഞങ്ങളുടെ മകരസംക്രാന്തി ആഘോഷം. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ അന്നും പതിവ് പോലെ പാട്ട് വെച്ചിട്ടുണ്ടാകും. നീല നീല മലയുടെ മുകളിൽ എന്ന പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും വല്ലാത്ത ഗൃഹാതുരത്വം തോന്നും. നീല നീല മലയുടെ മുകളിൽ നീ വസിക്കുന്നയ്യപ്പ, നിന്നെ കാണാനായി വരുന്നു. കുട്ടിക്കാലത്ത് താമസിച്ച വീടും അമ്മയും കാവിലമ്പലവും വൈകുന്നേരത്തെ കളികളും എല്ലാം മനസ്സിൽ വന്ന് നിറയും. കുറച്ചു വലുതായി സംഘപ്രവർത്തനങ്ങളിലൊക്കെ വന്നപ്പോഴാണ് മകരസംക്രാന്തി എന്താണെന്നും അത് രാജ്യം മുഴുവനുമുള്ള വലിയൊരു ആഘോഷമാണ് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. ശാഖയിൽ തിന്നാൻ എന്തെങ്കിലും കിട്ടുന്ന ഒരേ ഒരു ഉത്സവം. അന്ന് എള്ളുണ്ട കിട്ടും എല്ലാവർക്കും. എള്ളും സംക്രാന്തി ഉത്സവവും തമ്മിൽ വലിയ ബന്ധമാണ്. കർണാടകയിൽ എള്ളുണ്ടയ്ക്ക് പകരം എള്ള്, വെല്ലം, കടല, തേങ്ങാക്കൊത്ത്, ഉണക്ക ഇഞ്ചി, ഏലക്ക ഇതൊക്കെ ഒരുമിച്ചാക്കി എള്ളു ബെല്ല എന്നാണ് വിളിക്കുക. എല്ലാ വീടുകളിലും എള്ളു ബെല്ല ഉണ്ടാക്കും. എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യും. എന്നിട്ടിങ്ങനെ പറയും, എള്ളു ബെല്ല തിന്ത് ഒള്ളെ മാത്താടി, എള്ളും വെല്ലവും കഴിച്ച് നല്ല കാര്യം പറയൂ എന്ന്. അതെ, സൂര്യൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് മകരസംക്രാന്തി. സംക്രാന്തി എന്ന് പറഞ്ഞാൽ സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുന്ന സമയം. കർക്കിടകം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസത്തെ കർക്കിടക സംക്രാന്തി എന്നും മകരമാസം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസത്തെ മകരസംക്രാന്തി എന്നും പറയും. മകരസംക്രാന്തിയുടെ പ്രത്യേകത സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ഇനി അങ്ങോട്ട് രാത്രി കുറയും, പകൽ കൂടും, തണുപ്പ് കുറയും, ചൂട് കൂടും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമായ സമയം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് മകരസംക്രാന്തി. എള്ളെണ്ണ പുരട്ടി കുളിച്ചും എള്ളു തിന്നും ശരീരത്തെ ചൂടാക്കുക തുടങ്ങി ശാരീരികമായും മകരസംക്രാന്തിയെ വരവേൽക്കാൻ തയ്യാറാകുന്നു. കുട്ടിക്കാലത്ത് അമ്മ വെല്ലമുരുക്കി എള്ളുകൊണ്ട് ലേഹ്യം പോലെ ഒരു മധുരമുണ്ടാക്കി കുപ്പിയിലാക്കി ദിവസവും തരുന്നത് ഓർമ്മയുണ്ട്. അതിന് സംക്രാന്തിയുമായും കാലാവസ്ഥയുമായും ഒക്കെ ബന്ധമുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. നമ്മുടെ ആഘോഷങ്ങളൊക്കെ അങ്ങനെയാണ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ടവയാണ്. കാരണം പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ച് കൃഷിയും കൃഷിക്കനുസരിച്ചുള്ള ജീവിതവുമാണ് ഇന്നും നമ്മൾക്ക്. അതുകൊണ്ടാണ് അവനവൻ്റെ നാടിനും കാലാവസ്ഥയ്ക്കും അനുസരിച്ചുള്ള ഭക്ഷണം ശീലമാക്കണം എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞത്. അതാത് പ്രദേശത്ത് അതാത് കാലത്തുണ്ടാകുന്ന ഭക്ഷണങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യം എന്നർത്ഥം. നമ്മുടെ ഓരോ ഉത്സവങ്ങളും ഓരോ സന്ദേശമാണ്. ഇടയ്ക്കിടെ വന്നു പോകുന്ന ഉത്സവങ്ങൾ അലസമായി പോകുന്ന നമ്മുടെ ജീവിതത്തിന് അതിൻ്റെതായ ഒരു ചിട്ട തിരിച്ചു കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കണം. ഏറ്റവും സമൃദ്ധമായി തന്നെ ആഘോഷിക്കണം. മകരസംക്രാന്തിയിലെ ഏറ്റവും പ്രധാനമായ കാര്യം ദാനം ചെയ്യേണ്ട ദിവസമാണ് അന്ന് എന്നതാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നതും അതാണ്. സ്വർഗം കിട്ടാൻ വേണ്ടിയല്ലാതെ, പുണ്യം കിട്ടാൻ വേണ്ടിയല്ലാതെ, റീൽസിന് വേണ്ടിയല്ലാതെ ദാനം ചെയ്യണം. മറ്റുള്ളവൻ്റെ സങ്കടം, വിഷമം മനസ്സിലാക്കി ദാനം ചെയ്യാൻ മനസ്സിനെ തയ്യാറാക്കാൻ കഴിയണം. ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും എന്നാണ് പൂർവികർ പറയുക. രാവണൻ പണ്ഡിതനായിരുന്നു, സർവകലാവല്ലഭനായിരുന്നു, അറിയാത്ത വിദ്യകളൊന്നുമില്ലായിരുന്നു. എന്നിട്ടും രാവണന്റെ ഏറ്റവും വലിയ കുറ്റമായി വാത്മീകി രാമായണത്തിൽ പറയുന്നത് രാവണൻ ദാനശീലനല്ല എന്നാണ്. കഴിയുന്നത്ര ദാനം ചെയ്യൂ. നമ്മുടെ നല്ല മനസ്സുകൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ ശ്രമിക്കൂ. നമുക്ക് വേണ്ടാത്തത് ദാനം ചെയ്യുന്നത് ദാനമല്ല, അത് നമ്മളുടെ മനസ്സിൻ്റെ ദാരിദ്ര്യമാണ് കാണിക്കുന്നത്. പലപ്പോഴും കാണുന്ന ഒന്നാണത്. എനിക്ക് വേണ്ടാത്തത്, അല്ലെങ്കിൽ കീറിയ വസ്ത്രം, അധികമുള്ള ഭക്ഷണം, ഇതൊക്കെ കൊടുക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. അത് നമ്മൾ നമ്മുടെ ദാരിദ്ര്യത്തെ, നമ്മളിൽ അലക്ഷ്മിയെ വിളിച്ചു വരുത്തുന്നതാണ്. അറിഞ്ഞു ദാനം ചെയ്യൂ. ലക്ഷ്മി ദേവി എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും. മകരസംക്രാന്തിക്ക് പല നാട്ടിലും പല പേരുകളാണ്. തമിഴ്നാട്ടിൽ പൊങ്കാല, കർണാടകത്തിലും കേരളത്തിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും മകരസംക്രാന്തി, ഗുജറാത്തിൽ ഉത്തരായന, പഞ്ചാബിൽ ലോഹ്രി, ആസാമിൽ ബീഹു, മധ്യഭാരതത്തിൽ കിച്ഡി. അങ്ങനെ പല പല പേരുകൾ, പല പല സമ്പ്രദായങ്ങൾ. എന്നാൽ
എല്ലാ ആഘോഷങ്ങളുടെയും അടിസ്ഥാനം ഒന്നു മാത്രം: സൂര്യഭഗവാനോടുള്ള കൃതജ്ഞത. ഗുജറാത്തിലെ പട്ടം പറത്തൽ മത്സരമാണ് മകരസംക്രാന്തി ദിവസത്തിലെ വളരെ വ്യത്യസ്തമായ ഒരാചാരം. ശരീരം വെയിലത്ത് നിർത്താനുള്ള ഉപാധിയെങ്ങാനായിരിക്കണം സൂര്യനെ സ്വീകരിച്ചുകൊണ്ട് സൂര്യൻ അഭിമുഖമായി പട്ടം പറത്തി മത്സരം നടത്തുന്നത്. പട്ടം ഉപയോഗിച്ച് തന്നെ മറ്റുള്ളവരുടെ പട്ടം പൊട്ടിച്ച് അവസാനം വിജയിയാകുന്ന രസമുള്ള മത്സരം. തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ. ജല്ലിക്കെട്ട് മത്സരങ്ങളും ആരംഭിക്കുന്നത് മകരസംക്രാന്തിയിലാണ്. കർണാടകത്തിലെ കമ്പള എന്നറിയപ്പെടുന്ന കാളപൂട്ട് മത്സരവും മകരസംക്രാന്തിയിൽ തന്നെ. മകരസംക്രാന്തി നമ്മുടെ സംസ്കാരത്തിൻ്റെ കൃത്യമായ ഡെമോൺസ്ട്രേഷനാണ്, ഒരു തികഞ്ഞ പ്രകടനം. ഓരോ നാട്ടിലും ഓരോ രീതികൾ, എന്നാൽ എല്ലാവർക്കും ഒറ്റ മനസ്സ്. നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് വേണ്ടതൊക്കെ തരുന്ന, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നുകൊണ്ടേയിരിക്കുന്ന സൂര്യഭഗവാനോടും ഈ പ്രകൃതിയോടുമുള്ള കൃതജ്ഞത. എല്ലാവർക്കും മകരസംക്രാന്തി ആശംസകൾ. ദാനം ചെയ്യുക, മാനസികമായും ശാരീരികമായും സമ്പന്നനാവുക. സ്വാമിയേ ശരണമയ്യപ്പ.